ഞാനേ ഇന്നൊരു റെസിപ്പി ചെയ്യാൻ പോവാം. കാരണം നമ്മൾ നോർമലി നമ്മുടെ മക്കളെ കഴിപ്പിക്കാനാണല്ലോ ഏറ്റവും പാട്. അന്നേരം അതുകൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ എൻ്റെ ഇളയത് ഒരുവിധപ്പെട്ട ഒരു ആഹാരവും കഴിക്കത്തില്ല. പച്ചക്കറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ എൻ്റെ അടുത്ത് തോട്ടിക്കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിന്ന് അവൾക്ക് കൊടുക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കിന്നൊരു ഹെൽത്തി റെസിപ്പി നോക്കാം. ഹെൽത്തി ആയിട്ട് അവരുടെ വയറ്റിൽ എങ്ങനെ നമുക്ക് നല്ല സാധനങ്ങൾ ചെല്ലുന്നെന്ന് നോക്കാം. വായു നോക്കാം. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തി റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, മത്തിയാണ് ഇന്ന് മേടിച്ചത്. മത്തിയുടെ മുട്ട എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മത്തൻ നിപ്പുണ്ട്, മത്തൻ്റെ പൂ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവോള വെച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ സ്വന്തം പറമ്പിൽ. ഈ കാന്താരി പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. കാരണം ഞാൻ കുറേ കാലമായി പച്ചമുളകൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ കാന്താരി തന്നെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 2-3 ചിരവ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മുടെ സംഭവം ഇന്ന് ഉണ്ടാക്കാൻ പോണത്. കാരണം മത്തൻ്റെ പൂവിൻ്റെതും മീൻ മുട്ടയുടേതും ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്നൊരു തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതേ നമ്മുടെ സവോളയും കാന്താരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇളക്കിയെടുക്കാം. ഇവിടെ ചീനച്ചട്ടി ഉപയോഗം വളരെ കുറവാണ് കേട്ടോ. ഞാൻ മാക്സിമം എല്ലാം ചട്ടിയിലാണ് വെക്കുന്നത്. പക്ഷേ ചട്ടിയൊന്നും ഫ്രീ അല്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത്. വെച്ച ഉടനെ ഞാൻ മാറ്റുകയും ചെയ്യും. ഹെൽത്തി എന്ന് പറയുമ്പോൾ എല്ലാം ഹെൽത്തി ആയിരിക്കണമല്ലോ. ഞാൻ ഇതിനകത്ത് വെച്ചേക്കത്തില്ല. വെച്ച ഉടനെ ഞാനിത് മാറ്റി കറിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പം നമുക്ക് സവോളയൊന്ന് വഴണ്ട് വരട്ടെ. അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നുമില്ലല്ലോ, വെന്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കിടന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഈ നേരത്ത് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഒരു ഗോൾഡൻ ഫ്രൈ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തൻ്റെ പൂ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 മത്തൻ്റെ പൂവാട്ടോ. അതായത് ഒരുപാട് പിന്നെ ഈ കിളുന്ന് ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. മത്തൻ പൂ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു ശകലം മഞ്ഞപ്പൊടി, ഞാനിതിനകത്ത് അനാവശ്യമായിട്ട് ഒരു മസാലകളും ചേർക്കില്ല. കാരണം മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറേ മാറിപ്പോവും. ഒരു ഉമ്മണി മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയുടെ മണം കാണേ മീനിൻ്റെ മുട്ട ഇടാം. എന്നിട്ട് ഒന്നും കൂടി ചിക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. ഞാൻ ഓയിൽ ഒരുപാട് ഒടിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് അടിക്ക് പിടിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് 1-2 വട്ടം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടിക്ക് പിടിച്ചിട്ടുണ്ട്, പക്ഷെ കഴിയത്തില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, മീൻ മുട്ട ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചിരണ്ടി വെച്ച് തേങ്ങ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്ക് ഒന്നും കൂടെ ഇളക്കണം. പിന്നെയും മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ മീൻ മുട്ട മത്ത തോരൻ, അതായത് മത്തപ്പൂ തോരൻ സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ആഡംബരത്തിനായി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂക്കി കൊടുക്കുക. ഒന്നും കൂടെ ഇളക്കുക, അടച്ച് മൂടി വയ്ക്കുക. സെറ്റ്, പരിപാടി തീർന്നു. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. ഒടുവിൽ നമ്മുടെ തോരൻ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നമ്മൾ മത്തയും മുട്ടയൊക്കെ ആയിട്ട് തോരൻ വെക്കുമല്ലോ, മത്തപ്പൂ ഇതൊക്കെ ആയിട്ട്. മീൻ മുട്ട ഇട്ട് കിട്ടുവാണെങ്കിൽ വെച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്.